ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് നാടൻ പാടാൻ പോകുന്നത് ഞാനും എൻ്റെ കൊച്ചുമക്കളായ അർബിന, അനിരുദ്ധൻ എല്ലാവരും കൂടി ചേർന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് ഒരു ഓണം സമ്മാനം കളരിക്കൽ വീടിൻ്റെ വകയായിട്ട് തരാൻ പോവുകയാണ്. കേട്ട് നോക്കുക. പാട്ടിൻ്റെ പേര് നല്ലൊരു ഫാമിലി എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാണാനഴകുള്ള പെണ്ണും പിള്ളേ എൻ്റെ പൊന്നുമോടം തീയേരി, കണ്ടില്ല ഞാനങ്ങ് നേരം കണ്ടറിയായി എങ്ങോട്ട് പോയതാണ്ടി. കാലത്തെ ജോലികളൊക്കെ കഴിഞ്ഞവൾ കോളേജിൽ പോയതല്ലേ, കള്ളു മുറിച്ച് മരങ്ങിറക്കുമ്പോൾ കാര്യങ്ങളും ചെറിയാൻ കാസു മുടക്കി കളിച്ചു നടക്കുന്ന നമ്മുടെ മോനം തേടി പല കല്ലുകൊടി തരം കാട്ടി നടക്കുവാൻ കാലത്തെടിച്ചോടിയോ. കല്ലുകൊടി തരം കാട്ടി നടക്കുവാനായിട്ട് പോയതല്ല, പക്കത്തെ കൂട്ടുകാരോടൊപ്പം ചന്തക്ക് പോയതാണ്. ചന്തക്ക് പോകുവാൻ ഞാനില്ല, പിന്നെ നീ ചെക്കനെ ഇട്ടതല്ലേ. എന്നോടൊരു ചോദിക്കിടാ നിനക്കെന്തേ മറന്നു പോയോ. ചോദിച്ചിടാൻ മാത്രം നിങ്ങളെ കാണണ്ട്, പിന്നീട് ചെയ്തിരുന്നു ഞാൻ. കാലത്ത് മുങ്ങിയതിന്റെ പൊങ്ങുന്നത് കൈയിട്ട് കള്ളുഷാപ്പിൽ കാലങ്ങളേറെ കാണുന്ന കാഴ്ചയും ജീവിതം തന്നെയല്ലേ. സഹിച്ചു ഞാൻ ക്ഷമിച്ചു ഞാൻ നേട്ടം എന്റെ തലവര മാറ്റി എഴുതുവാനാക്കും കഴിയില്ലല്ലോ. ഇന്ന് ചിലച്ചത് നിർത്തു പെണ്ണെ നിനക്കെന്തൊരു വയനടി. വല്ലതും കൊണ്ടുപോകാൻ ഞാൻ കഴിച്ചിട്ട് എന്റെ വിശപ്പുണ്ടടി. കഞ്ഞിയും കപ്പയും കപ്പയ്ക്കത്തോരനെ കാരാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വന്നാൽ വിളമ്പി തന്നേരിഞ്ഞ പറ്റുന്ന തൊഴിലല്ലേ. നില്ല് പണ്ണെ പോകാൻ വരട്ടെടി, അങ്ങോട്ട് നോക്കിയടി. ചന്തയ്ക്ക് പോയൊരു നമ്മുടെ മോനെന്താ കൈയും വിശി വരണ്. പല കല്ല് വഴിത്തരം കട്ടിക്കഴിഞ്ഞിട്ട് വേഗത്തിൽ പോന്നതാണോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനും ചിന്തിക്കുന്നു മനുഷ്യ. ചെക്കൻ വരട്ടെന്ന് ചോദിച്ചോടാ നിങ്ങൾ ഒന്ന് ഊഴിയടല്ലേ. ചന്തയ്ക്ക് പോയിട്ട് നീയും തന്നിട്ട കൈയും വിശി വരണ്. അച്ഛൻ പറഞ്ഞ പോലെ അതതും ഒപ്പിച്ചിട്ട് ഓടി വരികയാണോ. അച്ഛൻ പറഞ്ഞപ്പോൾ ചന്തയ്ക്ക് പോയിട്ട് ഞാനൊന്നും ചെയ്തില്ലമ്മേ. എല്ലാറ്റിനും കാരണക്കാരിയായത് അമ്മയുടെ മോള് തന്നെ. വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ എന്തൊന്നും വേഗത്തിൽ ചിന്തിച്ചത്ത. എന്നിട്ട് വേണമെങ്കിൽ ഇനിയുള്ള ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ. കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മോളങ്ങ് പോയി. മാമ്പഴം വീട്ടിലെ പഞ്ചായത്തിന്റെ കൂടെയോട് കൂടിപ്പോയി. ചന്തയിൽ ചെന്നപ്പോൾ ചന്തയിലുള്ളവർ കാര്യം തിരക്കിയമ്മേ. പിന്നെ ഞാൻ നിന്റെ നാണക്കടായിട്ട് വേഗം തിരിച്ചു പോന്നു. എന്റെ പോക്കട പൊന്നുമോനെ നീ എന്തിനു കേൾക്കുന്നു. നല്ലൊരു ഭാരം ഒഴിഞ്ഞു പോയെന്ന് കരുതി സമാധാനിക്ക്. പൊന്നും പണവും കൊടുത്തിട്ട് കെട്ടിക്കാൻ നമ്മളെ കൊണ്ടാവുമോ. മണ്ണിന്റെ വിലയേക്കാൾ ദൂരെത്തിയില്ല പൊന്നിന്റെ വില എപ്പോഴും. കാര്യങ്ങളൊക്കെ ശരി തന്നെ, നല്ല നാണക്കേടായില്ലമ്മേ. നാട്ടുകാരൊരു പരിഹാസം കേട്ടു നടക്കണ്ടേ നീ. അതിനൊരു പരിഹാരം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. നാട്ടുകാരെന്ത് പറഞ്ഞു നടക്കട്ടെ, നമ്മൾക്കെന്താണ് ചേതം. നാട്ടുകാരുടെ ചിലവിലാണോ കുട്ടം നമ്മൾ കഴിയുന്നതും. 4 പുത്തൻ കാശ് കയ്യിൽ വന്നിടുമ്പോ നാണക്കടക്കം മാറും. പിന്നെയും നാളുകൾ ഏറെ കഴിയുമ്പോൾ എല്ലാം മറന്നു പോകും. പിന്നെ നാട്ടുകാർക്കൊക്കെ പറഞ്ഞ് രസിച്ചിടാൻ മറ്റൊരു പോളും കിട്ടും. അമ്മ പറഞ്ഞത് നേരെയാണ് മുന്നിട്ട് നീ ചെന്ന് ഫ്രഷായിവ. പിന്നെ വല്ലതും കഴിച്ചിടാൻ നമ്മൾക്ക് സന്തോഷപ്രവർത്തനെ. എന്റെ ചെറിയച്ച ഞാനിതാ പോയിട്ട് വേഗം ഫ്രഷായി വരാം. പിന്നെ വല്ലതും കഴിച്ചിടാൻ നമ്മൾക്ക് സന്തോഷമായി തന്നെ. ഇത്രയും നല്ലൊരു ഫാമിലിയെ നിങ്ങളെങ്ങാനും കണ്ടിട്ടുണ്ടോ. ഇല്ലെങ്കിൽ കണ്ടോളൂ, നമുക്ക് എന്റെ കഥയില്ലേ നല്ലൊരു ഫാമിലിയെ. ഇത്രയും നല്ലൊരു ഫാമിലിയെ നിങ്ങളെങ്ങാനും കണ്ടിട്ടുണ്ടോ. ഇല്ലെങ്കിൽ കണ്ടോളൂ, എന്റെ കഥയില്ലേ നല്ലൊരു ഫാമിലിയെ. നിങ്ങളുടെ പാട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.